ഞാൻ സ്റ്റേജിൽ കിടന്ന് തുള്ളണം, അത് ഈ കാലും വെച്ചോണ്ട് കേട്ടോ. ചെയ്യൂന്ന് പറ. ഞാൻ അങ്ങോട്ട് ഏതാരും എന്നെ വിളിച്ച്. മുത്തുവണ്ണ, ഓ പറഞ്ഞോ. പാവം നമ്മളമ്മയ്ക്ക് ഒരു ആപത്ത് വരുമ്പോഴേ നമ്മളല്ലേ ഉള്ളൂ. കൊച്ചമ്മയ്ക്കാ? അതെന്തോന്ന് ചോദ്യം സുരഭി? സുരഭിക്ക് അറിഞ്ഞൂടെ? എന്റെ ചങ്കല്ലേ കൊച്ചമ്മ. അല്ലേ, ചങ്കല്ലേ? അപ്പൊ ആ ചങ്കിന് വേണ്ടിട്ടേ നമ്മളൊരു സഹായം ചെയ്തു കൊടുക്കണ്ടേ? കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് സഹായമാണ് ചെയ്യാതിരുന്നുള്ളത്? എല്ലാം ചെയ്യല്ലേ, എന്ത് സഹായം വേണം അല്ലേ കൊച്ചമ്മ? അതെ തന്നെ ചെയ്യൂല്ലേ. അപ്പൊ ആ സ്റ്റേജിലെ അമ്മയ്ക്ക് പകരം മുത്തോണം കളിക്കണം. അമ്മയ്ക്ക് പകരം മുത്തോണം ഡാൻസ് ചെയ്യണം. കളിയാക്കല്ലേ, ചുമ്മാ ആവശ്യമില്ല. അയ്യോ, തമാശ പറഞ്ഞല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ മുത്തോണം കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യൂന്ന്. എനിക്ക് ഡാൻസ് അറിഞ്ഞോ? കൊച്ചമ്മയ്ക്ക് അറിയാലോ കാര്യം, ഞാനില്ല. അയ്യേ എന്റെ പൊന്നു മക്കളെ, ഈ നിൽക്കുന്നവനുണ്ടല്ലോ, അവരിപ്പൊ പഴയ മുത്തൊന്നുമല്ല. പണ്ടൊക്കെ ചന്തയിൽ പോയിട്ട് വരുമ്പം ക്ഷീണിച്ച അവശനായി മുഖമൊക്കെ വാടി വെയിൽ കൊണ്ടുവരുമ്പം മുത്തു വാടാ കഴിക്കടാന്ന് പറഞ്ഞ് ഞാനാണ് ചോറുളവി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ദുഷ്ടായി. ഇല്ല തീർന്നില്ല. നാലാമതൊരു പണിയുണ്ടെങ്കിൽ ഞാനടുത്തേന്ന് പറയും, മുത്തു ചായ കുടിക്കടാ, ചൂട് ചായ. അങ്ങനെല്ലാം വളർത്തിയ ഒരു ചെറുക്കൻ ഇപ്പൊ കണ്ടോ, എനിക്ക് വയ്യാന്ന്. ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടാണ് മുത്തോണ്ണ. കൊച്ചമ്മ കരയല്ലേ? കൊച്ചമ്മ പറ, ഞാൻ എന്തും ചെയ്യാം. വ്യാജിൽ കയറണോ കയറാം, ഡാൻസ് കളിക്കണോ കളിക്കാം, കിണറ്റിൽ ചാടണോ ചാടാം, ഞാൻ എന്തും ചെയ്യാം. കൊച്ചമ്മ കരയല്ലേ? കൊച്ചമ്മ കരയല്ലേ? എന്നാ പിന്നെ ഡാൻസ് ചെയ്യോ? ഡാൻസ് അറിഞ്ഞൂടാ എങ്കിലും ഞാൻ ചെയ്യാം നമ്മ. കൊച്ചമ്മ കരയല്ലേ? പറഞ്ഞു പോയതാ. ഞാൻ ചെയ്യാം കേട്ടോ. എങ്ങനെയെന്തോ നമുക്കിട്ട് പണി കെട്ടട്ടെ, നിനക്ക് കിട്ടണ ഒരു പണി ഇതുപോലെ. സോറി എന്നാലും മുത്തോണ്ട് പാവം. അയ്യോ എനിക്ക് വയ്യ. ഇതെന്തോന്ന് വേഷമുള്ള? അല്ല, സത്യം പറയാനുണ്ടല്ലോ, ഇത് ഗംഭീര. ഇങ്ങനെ ചിരിച്ചെന്റെ ആത്മവിശ്വാസം കളയില്ലേ കൊച്ചമ്മ? അതല്ലെന്ന്, ഞാൻ സന്തോഷം കൊണ്ട് ചിരിക്കുക. സത്യം പറയുന്ന എന്റെ ഈ രൂപവും ഈ വേഷവും ഇതെവിടുന്ന് കിട്ടി ഈ ഐഡിയ? അല്ല കൊച്ചമ്മ, ഞാനേ കൊച്ചമ്മ പറഞ്ഞത് വെച്ചും എന്റെ ഒരു ഐഡിയ വെച്ചും ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. കൊള്ളാലോ, കുഴപ്പമില്ല. സംഗതി കലക്കി. ധൈര്യമായിട്ട് പോയി കളിച്ചിട്ട് വാ. ഇന്നലെ ഞാൻ 2-3 മറ്റേ ഈ മുദ്രയൊക്കെ കാണിച്ചതല്ലോ, അതൊക്കെ അറിയാമല്ലോ. അല്ല കൊച്ചമ്മ, ഒരു കുഴപ്പമുണ്ട്. എനിക്ക് നൃത്തത്തിന്റെ ABCD അറിഞ്ഞുകൂടാ. അതും കൂടെ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. എന്റെ മുത്തു, നീ കണ്ടുപിടിച്ച ഡാൻസ്, നീ കണ്ടുപിടിച്ച ആൾക്കാരുടെ കഥ, ഇതൊക്കെ നിനക്കല്ലാതെ ഈ ലോകത്തിലാരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കളിച്ചു. അല്ല, ഇപ്പം ലക്ഷ്മി കുഞ്ഞ് ഒരു സ്റ്റെപ്പ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പ് വെക്കണം. അവര് 3 സ്റ്റെപ്പ് വയ്ക്കുകയാണെങ്കിൽ ഞാൻ 4 സ്റ്റെപ്പ് വയ്ക്കും. വെക്കണം. അവസാനം അവൾ എത്ര സ്റ്റെപ്പ് വയ്ക്കുന്നു അതിന്റെ ഒരു ഇരട്ടി നീ അങ്ങ് തട്ടിയത്. അത്രേ ഉള്ളൂ. മുത്തോണ്ണ ജിയുടെ സ്വന്തം ആളായോണ്ട് എന്തായാലും കൂല. ഒറ്റ മനുഷ്യ നിന്റെ അടുത്തോട്ട് അഴുകത്തുമില്ല, കൂവത്തുമില്ല. പിന്നെ കൊച്ചമ്മ, ഈ കണ്ടിട്ട് പേടിക്കുന്നതാവില്ല. ഭയങ്കര സന്തോഷം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.